മമ്മി നല്ല പോലെ മീൻ കല്ല് ഉപ്പിട്ട് ക്ലീൻ ചെയ്യാണ്. ഇത് എന്താ മീന? കിളിമീൻ. ഇത് അയില, ഇത് കിളിമീൻ. അല്ല ഇച്ചിരി മേടിച്ചത്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് എഴുതാ തോന്നുന്നു. പിന്നെ കുറച്ചേ ഉള്ളൂ. ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറയും. യൂട്യൂബർ അങ്ങനെയാ. സബ്സ്ക്രൈബേഴ്സ് മമ്മി പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞു. ഡാഡി ഉണ്ട്. ഗുഡ് മോർണിംഗ്. എല്ലാവരും രാവിലെ ബിസിയാ. മമ്മി പാചകം ചെയ്യാൻ റെഡിയായി. ഡാഡി പേരൊക്കെ തിന്നായി. ഏത് നാട്ടിലെ പേരൊക്കെ? ഏത്? കർണാടക. കാഞ്ചേ അതെങ്ങനെ ഉണ്ട്? ഓക്കെ. മമ്മി കത്തി മേടിക്കാൻ പോകുന്നു വെട്ടാൻ. ഇവിടെ രാവിലെ ക്ലീനിങ് പരിപാടി. അതുണ്ട്. എത്രയെങ്കിൽ നമ്മൾ 50% പണി തീരും. അതിൽ ചിലമ്പലുണ്ട്. അപ്പോൾ കടയിൽ ക്ലീൻ ചെയ്തത്. ബട്ട് അവിടെ ഇവിടെ ഇച്ചിരി കാണും. അത് നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ ഒന്നോടെ ക്ലീൻ ചെയ്യാം. മമ്മിക്ക് നീറ്റായിട്ട് വേണം. അന്നേരം പാചകം നല്ലതായിരിക്കും. സോ മമ്മി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ചേമ്പലത്തായിരിക്കും. അതുകൊണ്ടാണ് ക്ലോസപ്പ് പോകാത്തത്. രാവിലത്തെ പരിപാടിയാണ് മീൻ ക്ലീനിങ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യല് മീൻ കറി വറുത്തത്. അതിൽ നല്ല ടേസ്റ്റാണ്. ഗ്യാസ് എന്ന് പറയാൻ പറ്റാത്ത. ഗ്യാസ് കൂടുതൽ തിന്നരുത്. കുറച്ച് ടേസ്റ്റിന് വറക്കുന്നത് കറി വെക്കുന്നത് ഏറ്റവും നല്ല ടേസ്റ്റാണ്. അല്ല കിളിമീനിൻ്റെ ഭംഗിയാണ്. നല്ലത് വറുക്കണം പറഞ്ഞ് കറി വെക്കണം. മീനുകടൽ തല കഷ്ണം കിട്ടിയില്ല. ബിക്കോസ് 12 മണിക്ക് മുകളിലാണ് കിട്ടുന്നത്. വേറെ അവിടെ ഒരു പുള്ളി കാത്തിരിക്കുന്നു തലയ്ക്ക് വേണ്ടി. അപ്പോൾ നല്ല കടയാണ്. മംഗലാപുരം ഷോപ്പാണ്. നല്ല മീൻ കിട്ടുന്നുണ്ട്. ഫ്രഷ് മീനാണ്. വിലയും കുഴപ്പമില്ല. നല്ല വായി മുറിച്ച പോലെ അല്ലേ? ഐസ് മീനെല്ലാം നോക്കുന്നുണ്ട്. എല്ലാം ജീവനോടെ ഇരിക്കുന്ന മീൻ. ഇപ്പോൾ ജീവൻ എല്ലാവരും ഇരിക്കും. കണ്ട ഡാഡി അവിടെ പേരൊക്കെ കഴിച്ചോണ്ടിരിക്കുക. രാവിലെ വെള്ളം പിടിക്കാൻ പോയിരുന്നു. വെള്ളം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മമ്മി മീൻ ക്ലീൻ ചെയ്തിട്ട് അടുത്ത കാഴ്ച ഡാഡിൻ്റെ അടുത്ത് പോവാം. ഡാഡി ഇവിടെ ഇരിക്കുന്നു. ഡാഡി എന്താ ചെയ്താൽ എന്താ പറഞ്ഞേ? പേരക്ക കഴിക്കാം. ഓക്കെ. നല്ല ഫ്രഷ് പേരക്ക. എത്രയത്? 100 രൂപ. ഓക്കെ. നല്ലുണ്ട്. നല്ല 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 പേരൊക്കെയാണ് ഗൈസ്. അടിപൊളി പേരൊക്കെയാണ്. നല്ല കളർ. കഴിക്കാനും നല്ലതാണ്. ഇത് കഴി വെച്ചിരിക്കുകയാണ്. ഞാൻ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറയാം ഗൈസ്. കൊള്ളാം. നല്ലുണ്ട്. കൊള്ളാം.
മീനെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മമ്മി കഴുകി വൃത്തിയായിട്ട് ഉപ്പെല്ലാം ഇട്ട് കല്ലുപ്പിട്ട് നല്ല വൃത്തിയോടെ മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താൽ മതി വെള്ളത്തിൽ. നല്ല ചോരമ എല്ലാം പോയി നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകണം മമ്മി. ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്താൽ അതിൻ്റെ ചോരം എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിലും മാറും. കടൽ മീനായതുകൊണ്ട് വിഷയമില്ല, എന്നാലും കഴുകുക. കണ്ടില്ല, ഉപ്പ് ഇട്ട് മീൻ നീറ്റായിട്ട് കഴുകിയിട്ടുണ്ട്. അത് വേസ്റ്റിലിട്ടു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാചകം എങ്ങനെ ചെയ്യണം മമ്മി താങ്ക്. അപ്പോൾ കാത്തിരിക്കുക. മീൻ ഇച്ചിരി ടാസ്ക്കായ കാര്യമാണ് മകേഷ്. മീൻ മേടിക്കുന്ന കാര്യമല്ല, ക്ലീൻ ചെയ്തും കഷ്ടപ്പെട്ടെങ്കിൽ നല്ല രുചിയായിട്ട് മീൻ കഴിക്കാൻ പറ്റും. മമ്മി ചെയ്യുന്ന മീൻ കറി അടിപൊളി ടേസ്റ്റാണ്. അമ്മമാർ ചെയ്യുന്ന ഭക്ഷണം എന്നും അടിപൊളിയാണ്. തന്താനേ നാനേ നാനേ മുള്ള മുള്ള ഇവിടെ ഈ സൈഡിൽ മമ്മിക്ക് ആ വഴിയെ കത്തി വെച്ചല്ലേ, അതാകുമ്പോ ഒട്ട വെട്ടുന്ന പേടിയാ. ആ വെളുത്തിരിക്കുന്നത് അതൊന്നുമില്ല, വെള്ളത്തിന്റെ ഉപ്പ് ഉണ്ട്. അത് എത്ര ക്ലീൻ ചെയ്താൽ പോണില്ല. നിങ്ങൾ കമന്റ് ചെയ്യുക അതെങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന്. നിങ്ങൾ കമന്റ് ഇടുക. ആർക്കെങ്കിലും അതെങ്ങനെ സൊല്യൂഷൻ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. അതൊന്ന് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. എത്ര ചെയ്തിട്ട് പോകുന്നില്ല. കണ്ടില്ലേ ഉപ്പുള്ളും ബോർവെല്ലേ. പിന്നെ കൈ കുത്തിയ ശോഷിക്ക് വൈസ് മമ്മിക്ക് മുള്ളു കുത്തി. എന്നാലും മമ്മി നല്ല കഷ്ടപ്പെട്ടാണ് മീൻ കഴുകുന്നത്. ഇപ്പോ വറുക്കാൻ വേണ്ടി 2 വര ഇടുക. മീൻ ഉണ്ടല്ലേ മമ്മി 2 വര ഇട്ട് വേണ്ട. ഇത് കറിക്കായിരിക്കും അല്ലേ? ഇത് കറിക്ക്, ഇത് വറുക്കാൻ ആണ്. നല്ല കഷ്ണങ്ങൾ വറുക്കാൻ മമ്മി എടുക്കുന്നുണ്ട്. ഉണ്ടല്ലേ 2 സൈഡും ഉണ്ടല്ലേ നല്ല ഫ്രഷാണ്. ഇന്ന ഉള്ളി മാംസം കാണുന്നത് നല്ല പച്ച മീന. ഇതൊന്ന് ഇന്ന് വന്ന സ്റ്റോക്ക് ആയിരിക്കും. നല്ല ഉണ്ട്, നല്ല മീന. നിങ്ങൾ പഴയ വീഡിയോയിൽ പോയി കാണാം. കടൻ്റെ പഴയ വീഡിയോയിൽ മംഗളാപുരമിൻ്റെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി അവിടെ മേടിക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ പോയെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഡിസ്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക, ഞാൻ പറയാം. കണ്ടില്ലേ തലയുണ്ട്. ആർക്കെല്ലാം തല ഇഷ്ടപ്പെടുന്നു കമന്റ് ചെയ്യാം. കണ്ടില്ലേ എല്ലാം പീസ് നല്ല അടിപൊളിയുണ്ട്, കാണാൻ ഭംഗിയാണ്. കിളിമീൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ്. അറിയാത്തവർക്ക് കിളിമീൻ നിങ്ങൾ വറുത്ത് നല്ല കുരുമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ വറുക്കുമ്പോൾ തേങ്ങ എണ്ണ ഇട്ട് ചെയ്യാം. മീനാകുമ്പോൾ ഇച്ചിരി തേങ്ങ എണ്ണ ഇട്ട് ചെയ്യാം. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ തേങ്ങൻ്റെ രുചി ആർക്കും അറിയാതെ ഇരിക്കുക. പക്ഷെ തേങ്ങ എണ്ണ ഭയങ്കര വില കൂടി ഗൈസ്. വില കൂടി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വിലയായിപ്പോയി തേങ്ങ എണ്ണ. സാധാ ഒരു എത്രയായിരുന്നു, ഒരു ½ ലിറ്ററിന് 400-500 രൂപ ആയി. ഭയങ്കര വിലയായിരുന്നു. പിന്നെ എന്താ പറയുക, അതാണ് ചിലത് നേടുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റും. പാടാണ്, അത്ര വില ആയിട്ട് ആരും മേടിക്കത്തില്ല. ബട്ട് തേങ്ങ എണ്ണ നല്ലതാണ്. തേങ്ങ എണ്ണ അടിപൊളി ടേസ്റ്റ് കൊടുക്കും. നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ തേങ്ങ എണ്ണ ഇട്ട് വറുക്കുക. കറി ചെയ്യുമ്പോൾ അതുപോലെ. അപ്പോൾ കിളിമീൻ ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മുട്ടയാണോ? മുട്ടയാണ് കഴിച്ച്. എന്താ മുട്ട കണ്ടില്ലേ? അടുത്തത് ഇവിടെ അയില
മമ്മി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് റെഡിയായി. പിന്നെ ഈ മൺചട്ടിയുണ്ട്, ഈ മീൻ മൺചട്ടി നല്ല കറി ചെയ്യാൻ ബെസ്റ്റാണ്. ഇങ്ങനത്തെ പാത്രങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യുക. ഈ പാനൽ ചെയ്യുന്നവിടെ ഇതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഇതും ഇച്ചിരി വില കാര്യങ്ങളാണ് ബാംഗ്ലൂരിൽ. കടകൾ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ഇച്ചിരി റേറ്റാണ്. എന്നാലും നിങ്ങൾക്കിത് ഭംഗിയായിട്ട് കറി ചെയ്യാൻ പാത്രം നല്ലതാണ്. പൊട്ടാതെ സൂക്ഷിക്കുക. പുതിയതാകുമ്പോൾ നല്ലതായിട്ട് ഒന്ന് കഴുകിയിട്ട് ചൂടാക്കി എണ്ണ തേച്ചിട്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് വെള്ളം വാഷ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാവൂ. അതാണ് ടിപ്പ്. ആ മമ്മി പറയുന്നു ഡാഡി എത്തി നോക്കിയിരുന്നു. ഡാഡി ബ്രേക്ക് എടുത്ത് ഒന്ന് എത്തി നോക്കിയിട്ട് പോയി. ഇതുകൊണ്ട് ഡാഡി അവിടെ ഇരിക്കുന്നു. ഒപ്പം വന്നിട്ട് റെസ്റ്റ് എടുക്കുവാന്നു. ഡാഡി ഒന്നും പറഞ്ഞില്ല, കേട്ടില്ല. അപ്പോ വർക്കാണ്. മമ്മി വീണ്ടും മുറിക്കുന്നുണ്ട്. കറക്റ്റ് പെർഫെക്ഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എത്ര കഷ്ണമുണ്ട് വറുക്ക? വറുക്കാൻ റെഡി. കറി കഷ്ണം മമ്മി സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. ഇത് വറുക്കാനാണ്, ഇത് കറി കഷ്ണം. അപ്പോൾ ഇന്നത്തെ പരിപാടി കിളിമീൻ ഫ്രൈയും കിളിമീൻ കറിയും. അതിൽ വന്നിട്ട് അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. അയിലക്കറി എങ്ങനെ ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ നമ്മളുടെ വീട്ടിൽ എന്താ പാചകം ചെയ്യണം അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. സോ നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ പുതിയതാക്കി MJ ഫാമിലി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, MJ ഫാമിലി ഇന്ത്യ എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് വീഡിയോ അയച്ചിട്ട് നിങ്ങളൊന്ന് കൂടുതലാകുമ്പോൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള വീഡിയോ എടുക്കാൻ പറ്റും. ഗൈസ്, നിങ്ങൾ ഒന്ന് സപ്പോർട്ട്. മൈക്കും ക്യാമറ മേടിക്കാൻ നല്ല പൈസ വേണം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ ഉള്ളൂ നമ്മൾക്ക് ആ വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം പാചകങ്ങൾ. പിന്നെ ഗൈസ്, സോ നോക്കാം പാചകം എങ്ങനെ പോകുന്നുണ്ട് ഈ വീഡിയോയിൽ കാണാം. ഇപ്പോൾ ഇവിടെ സമയം എത്ര മണിയായിന്ന് അറിയോ? 11 ആവാറായി. 5 നിമിഷമുണ്ട്. സോ മീൻ വറുക്കാനും മീൻ കറി ചെയ്യാനും റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലെല്ലാം എടുത്തിട്ടുണ്ട് ഇവിടെ. മമ്മി മസാല എല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം മമ്മി പാചകം ചെയ്യാൻ ഓരോരോ കാര്യങ്ങൾ എടുത്ത് വെക്കാൻ പോവാം. കറിവേപ്പില കഴുകിയെടുക്കാൻ പോവാണ്. ഓൾറെഡി കഴുകിയതാണ്, മുന്നോടെ മമ്മി കഴുകാൻ പോവുക. കറിവേപ്പില കഴുകിയിട്ട് നല്ല പ്രിപ്പറേഷൻ എടുത്ത് വെക്കുക. അപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. ഇഞ്ചി കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ കടിയേണ്ട വേസ്റ്റ് എടുത്ത് കവറിലിട്ടിട്ടുണ്ട്, അത് കളയാന്ന്. അതാണ് കറി ഇന്നത്തെ വീഡിയോ. മമ്മി കറിവേപ്പില വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ഇഞ്ചിയും അതൊന്ന് എല്ലാം ചെറിയ കുണുകുണാന്ന് വെട്ടിയിട്ട്
കട്ട് ചെയ്യണം. ചെറുതായിട്ട് പൊടിയായിട്ട് ഇഞ്ചി വെട്ടുക. കറിവേപ്പില ഉണ്ട്. വെളിയിൽ വണ്ടി സൗണ്ട് നല്ല കേൾക്കുന്നു. അത് ഈ റോട്ടിൽ ഇഷ്ടംപോലെ വണ്ടി പോകുന്നുണ്ട്. പട്ടിയും കുറിക്കുന്നുണ്ട് വെളിയിൽ, മനുഷ്യന്മാരും കുറിക്കുന്നു. മീൻ കഴി റെഡി. മസാല എല്ലാം ഇടുന്നത് വീഡിയോയിൽ കാണാം. ഗ്യാസ് കത്തിച്ച് മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വയ്ക്കുക. ചട്ടി ഒന്ന് ചൂടാക്കിട്ട് തീ കത്തിയിരിക്കുകയാണ്. കണ്ടല്ലേ? Preparation is going to now get ready, guys. Ready. മസാല മമ്മി സീക്രട്ട് മസാല എന്തോ ഇടാൻ പോകുന്നു. എന്തായിരുന്നു? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മംഗളമറ. അത് എനിക്ക് ഡയലോഗ് വരത്തില്ലല്ലോ. അതല്ല, കാശ്മീരി പൊടി 3 സ്പൂണാണ്, 2.5 സ്പൂൺ. അതിൻ്റെ അളവല്ലേ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലോ. മമ്മി മാറാൻ പറഞ്ഞു. ആവും, മമ്മിക്ക് പാചകം ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും. ഇത് മസാല വന്നിട്ട് വറക്കാണ് മഞ്ഞൾ, സ്വല്പം മഞ്ഞൾ, അതേപോലെ കശ്മീരി പൊടി. അത് മീനിൻ്റെ ലെവലിൽ എത്ര ഉണ്ടോ അത്ര നമ്മൾ ഇടാം. എരിവ് കൂടുതൽ വന്നവർ സാധാ മുളക് പൊടി ഇടാം. കശ്മീരി ആകുമ്പോൾ എരിവ് കുറവാണ്, കളർ കിട്ടും. കശ്മീരിയാണ് നല്ലത്. പിന്നെ കൂടെ പൊടിച്ച കുരുമുളക് പൊടി കറി ഉണ്ടാക്കണം, അതിലും ചേർത്ത്. അടുത്തത് ഉപ്പ്. ശുദ്ധമായ ഉപ്പ് നല്ലതാണ്. അല്ലാതെ ഉപ്പ് കുറച്ച് കഴിക്കുന്നത് നമ്മൾ ഉപ്പ് വേണ്ടിയവർക്ക് ഒന്ന് വെച്ചിട്ടിടാം. ശുദ്ധമായ ചട്ടി ചൂടായിട്ടുണ്ട്, പുക വരണമുണ്ടല്ലേ. എല്ലാം വെള്ളം എല്ലാം ഉണങ്ങി പോകണം കഴിച്ച്, എന്നാലേ എണ്ണ ഒഴിക്കാവൂ, അല്ലെ പൊട്ടിത്തെറിക്കും. ചട്ടി ചൂടായി. ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത് ശുദ്ധമായ കോക്കനട്ട് എണ്ണ, വെളിച്ചെണ്ണ. കണ്ടില്ല, ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും കറിവേപ്പില ഇടുക. കണ്ടില്ലേ? നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. മമ്മി ഫാൻ ഓൺ ചെയ്തിട്ടുണ്ട് ആ പുക പോകാൻ വേണ്ടി. ഇവിടെ ജനലടിച്ച വണ്ടികളുടെ സൗണ്ട് തെറിക്കുന്നുണ്ട്. കറിവേപ്പില ഇച്ചിരി വെള്ളം വെച്ച കഴിയുകൊണ്ടേ അതിൻ്റെ വെള്ളം ഊറിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പൊട്ടിത്തെറിക്കുക. കുഴപ്പമില്ല, കാത്തിരിക്കാൻ സമയമില്ല ഗൈസ്. മീൻ മേടിച്ചോണ്ട് ഓരോ സമയമായി. ഒന്നും ചേർക്കുന്നില്ല, ഉള്ളി വെളുത്തുള്ളിയും ചേർക്കുന്നില്ല. മീൻ അത് ചേർക്കാൻ വേറൊരു ടേസ്റ്റ്. അപ്പൊ മമ്മി ഇപ്പൊ ചേർക്കാൻ പോകുന്ന കറിവേപ്പില, ഇഞ്ചി മാത്രം, അതിൻ്റെ കൂടെ ഈ മസാല.
അപ്പോൾ വ്യത്യാസമായ ഒരു പാചകമാണ് ഉലുവ ഇടാൻ മറന്നു. ഉലുവ. ഓക്കെ, നല്ല ഫ്രഷ് ആയ ഉലുവ ഉണ്ട്, അതെല്ലാം ഇടാൻ പോവാണ്. ഇട്ടിട്ടുണ്ട് എത്ര ചെറുതായിട്ട് ഒരു 30 ഉലുവ കാണും. ഒരു നുള്ള് ചെറുത്. നുള്ള് കുറച്ചിട്ടാൽ മതി, ഇല്ല കഴിക്കും. അതും പൊട്ടുന്നുണ്ട്. അതിൻ്റെ ഒരു മണം നല്ല ഗൈസ്. കറിവേപ്പിലയും ഇഞ്ചിയും ഉലുവ നല്ല മണമുണ്ട്. നല്ല റോസ്റ്റായി. അത് റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഈ മസാലയാണ്. ഒന്നുകൂടെ പറയാം, മസാല ചേർത്തത് മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്. ഉപ്പ് ഇട്ടിട്ടുണ്ടോ? ഇല്ല, ഇടണം. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അത് വറുക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ കറിക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്, സ്വല്പം ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വെള്ളമെല്ലാം ചേർത്ത് കറി ഉണ്ടാകുമ്പോൾ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി വെന്ത ശേഷം. ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് അങ്ങനെ കാണാൻ ഭംഗിയായിട്ടുണ്ട് ഗൈസ്. അത് ഈ മൺചട്ടിയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ്, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇടേണ്ടത് പുളി. ഏതാ, നാട്ടിലെ പുളിയാണോ? ഇല്ലേ, നാട്ടിലെ പുളിയാണോ? അപ്പൊ മമ്മി നാട്ടിലെ പുളി ഇടാൻ പോകും. എന്നെ എടുക്കുവാണ്. ഇതാണ് നാട്ടിലെ പുളി. സാരമില്ല, വീഡിയോ എടുക്കുമ്പോൾ ഇച്ചിരി ചില കാര്യങ്ങൾ ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെയാണ്, ചില കാര്യങ്ങൾ മറന്നു പോകും ഇടാൻ. ഉണ്ട് കഴിച്ച് പുളി വന്നിട്ട് നല്ലപോലെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് അതും 2 പ്രാവശ്യം കഴുകുക. 2 പ്രാവശ്യം കഴുകുക. അതിൻ്റെ അഴുക്കെന്തെല്ലാം ഉണ്ടെങ്കിൽ നല്ലപോലെ കഴുകിയിട്ട് ഒന്നിങ്ങനെ എടുത്താൽ മതി. അതിൻ്റെ ശേഷം ഈ പുളി, നാട്ടിലെ പുളി, കുടംപുളി, നിങ്ങളത് ചെറിയ ചെറിയ കഷ്ണമായിട്ട് നീട്ടമായിട്ട് ഒന്ന് കീറി എടുത്ത് ഇങ്ങോട്ടിട്ടാൽ മതി കറിയിൽ. എന്താ നീട്ടമായിട്ട് ഇങ്ങനെ പിച്ചിടുക. പിന്നെ ബാലൻസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നാ വേണുമ്പോൾ ഇട്ടാൽ മതി. എത്ര പുളി വേണോ അത്ര ഇടാം. കൂടുതലാവരുത്, കുറച്ചിട്ടാൽ മതി. കൂടുതലിട്ടെങ്കിൽ പുളിക്കും. പക്ഷെ മീനിന് ഈ പുളി ഇല്ലാതെ ടേസ്റ്റ് കാണത്തില്ല. ചിലർ ചേർക്കത്തില്ല, അപ്പം അത് ഭംഗിയില്ല ഗൈസ്. ഈ പുളി ഇടുമ്പോൾ അത് ഭംഗിയായ രുചിയാണ്. ഈ പുളിൻ്റെ മണം കേട്ടവേ രുചിയാണ്, അതറിയോ? അപ്പോൾ ആശമായ വെള്ളം, ശുദ്ധമായ വെള്ളം, അളവായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ലാസ്റ്റിൽ നിങ്ങൾക്ക് കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ തിക്കായിട്ട് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ലെഫ്റ്റിൽ നിങ്ങൾക്ക് കാണാം വറക്കാൻ എല്ലാം റെഡി ചെയ്തിട്ടുണ്ട്. അതും മിക്സ് ചെയ്യാനുണ്ട്. ഇത് കറിക്ക് വേണ്ടി തലയും നടുഭാഗം കാര്യങ്ങളുടെ കഷ്ണങ്ങളുണ്ട്. നല്ല നല്ല മുള്ളുണ്ട്. മമ്മി എടുക്കുക. മുള്ളില്ല, മുട്ട കാണിച്ചത് എങ്ങനെയുണ്ട്? ഉണ്ടല്ലേ മുട്ട ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഭാഗ്യം ഒന്നേ ഉള്ളൂ മുട്ട. അതിലും ഉണ്ടെന്നു ഗൈസ്, ഇതിലുണ്ട്, ഉണ്ടല്ലേ? ഓക്കെ. ആ മുട്ട വറക്കാൻ നല്ലതാ ഗൈസ്. നല്ല കുരുമുളകിൽ വറക്കാം, അല്ലെ അതേ മസാലയിൽ ഇട്ട് വറക്കാം. മമ്മി ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? തളിക്കണല്ലേ? മമ്മി ടേസ്റ്റ് നോക്കുവാണ്. ഉപ്പ് എരിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മീൻ ഇട്ടിട്ടില്ല. ഈ മീൻ ഇടുന്ന മുമ്പ് നിങ്ങൾ ടേസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ
പച്ച ഇറച്ചി അതിലിടുമ്പോൾ ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് നോക്കുക, എരിയോ പുളിയോ. പുളി കുറവുണ്ട്, മമ്മി ഇട്ട് വീണ്ടും പുളി ഓർമ്മേ ഉള്ളൂ. മീനിടാൻ സമയമായി. മീന് പറയുന്നത് അയ്യോ എണ്ണ ഇടുകതേ, അതുപോലെ കണ്ണെല്ലാം തുടിച്ച് നോക്കുന്നുണ്ട്. അയ്യോ എടാ മീനെ, മീന് നമ്മൾ ഇന്ന് തിന്നാൻ പോവാം. നല്ല കഷ്ണമാണ് ഇത്. കറിക്കട്ട, കറിക്ക് വേണ്ടി ഇങ്ങനെയാണ് മുറിക്കുന്നത്. അത് നല്ല പീസായിട്ട് വരും. വെന്ത ശേഷം നിങ്ങൾ കൂടുതൽ ഇളക്കാൻ പാടില്ല, അപ്പോൾ പൊടിഞ്ഞു പോകും. കഷ്ണം കാണത്തില്ല, വെറും കറിയിൽ മിക്സ് ആവും. പഠിച്ചു വെക്കാം, വേവിട്ട്. അടുത്തത് മസാല കലക്കാൻ വേണ്ടി ഈ മീനെല്ലാം എടുത്ത് സൈഡിൽ വെക്കുക. പിന്നെ ഉണ്ടല്ലേ മസാല വന്നിട്ട് കശ്മീരി, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക്, ഇത് മതി. സ്വല്പം വെളിച്ചെണ്ണ ടേസ്റ്റിന്, ഇളക്കാനും ടേസ്റ്റിന്. എല്ലാം മസാല ചേർത്ത് ഇളക്കുക. കണ്ടില്ലേ, നല്ല പിടിക്കുക. നിങ്ങൾ ഈ സ്പൂണിൽ ഇളക്കണ്ട, കയ്യിലിട്ട് ഇളക്കുന്നതാണ് ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അത് സാരമില്ല, ഇച്ചിരി വെള്ളം കൂടി കുഴപ്പമില്ല. പക്ഷെ ഇച്ചിരി കൂടുതൽ തിക്കാമെങ്കിൽ അത് പിടിക്കത്തില്ല. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്കത് മീനിൽ നല്ല പിടിക്കാവും. അപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. മസാല നല്ല പിടിപ്പിക്കുക. ഈ മുറിച്ച കഷ്ണത്തിൽ നല്ല ഉള്ളിൽ മസാല തേക്കുക. കൂടുതൽ പിടിപ്പിക്കണ്ട, ലൈറ്റായിട്ട് മതി, പൊടിച്ചോളൂ. അളവായിട്ട് നിങ്ങൾ ഇത്ര കഷ്ണത്തിന് നോക്കിക്കൊണ്ട് തേക്കാം. കൂടുതൽ മസാല വേണവർക്ക് അഡീഷണൽ ഇടാം, ഫിഷ് മസാല അങ്ങനെ എന്തെങ്കിലും ഇടാം. കളറൊന്നും ചേർക്കണ്ട, കളറിൽ എന്തെങ്കിലും അസുഖം വരും. ഇതാണ് ബെസ്റ്റ്. പിന്നെ ചിലർ വീട്ടിൽ മസാല പൊടിച്ച് ചേർക്കും, അങ്ങനെയും ചേർക്കും. കണ്ടില്ല, മസാല നല്ല മമ്മി ഇങ്ങനെ പിടിച്ച് വെക്കുകയാണ്. കണ്ടില്ലേ, എല്ലാം പെട്ടെന്ന് ഫില്ലിങ് ആകുന്നുണ്ട്. ഇന്ന് ഇതെല്ലാം ഒന്ന് മസാല തേച്ച് വെച്ചിട്ട് എത്ര നേരം വിടുമോ? അരമണിക്കൂർ മസാല എല്ലാം പിടിച്ചിരിക്കട്ട്. അത് നിങ്ങൾ പുറത്തും വെക്കാം, അല്ലെ ഫ്രിഡ്ജിലും വെക്കാം. ഫ്രിഡ്ജിലാകുമ്പോൾ അത് ഇച്ചിരി തണുപ്പ് കിട്ടും, വെളിയിലും വെക്കാം. നല്ല മസാല കയ്യിൽ തേക്കുമ്പോഴാണ് മസാല പിടിക്കുന്നത്. ഉണ്ടല്ലേ, ഇപ്പോൾ ഗൈസ് മസാല തേച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. ആ പരിനയിലെന്ന് പറയുന്നത് മുട്ട, ഇത് തേക്കാനുണ്ട്. അത് കഴിഞ്ഞ നമ്മളുടെ മീൻ കറി തെളിക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചു വച്ചിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. വറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കാണാം. ഇത് ഇച്ചിരി ഒന്ന് അങ്ങോട്ട് വെക്കുകയാണ്. വെന്തിട്ടില്ല, വേവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ തുറന്ന് നിങ്ങൾക്ക് കായ്ക്കുന്നതാണ്. കണ്ടില്ലേ, ആയിട്ടില്ല. ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. ബിക്കോസ് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ആക്കുമ്പോൾ പൊടി വേണം. അതുകൊണ്ട് അതിന് മുമ്പേ ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കുക, ഒതുക്കി വെക്കുക. അത്രേ ഉള്ളൂ. അടിച്ചു വെക്കുക. വെയിറ്റ്. അപ്പോൾ മമ്മി പാചകം ചെയ്യുന്നുണ്ട്. അടുത്തത് ഡാഡി വന്നിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കുക.
അപ്പോൾ മീൻ ക്ലീൻ ചെയ്ത് ഡാഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാവർക്കും ഓരോരോ ജോലി തന്നൂടെ ഉണ്ടല്ലേ ഡാഡി? ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടല്ല ഈ മീൻ പാചകം ചെയ്യുമ്പോൾ അത് ഇച്ചിരി ടാസ്ക് ഉണ്ട്. അവിടെ ഒന്ന് സോപ്പിട്ട് കഴുകണം. പിന്നെ കറി റെഡി എന്ന് പറഞ്ഞാൽ ആവുക. അപ്പോൾ ഇതിൽ ശുദ്ധമായ തേങ്ങ എണ്ണ, കോക്കനട്ട് ഓയിൽ, അതിൽ തേങ്ങ എണ്ണ ഒഴിച്ചു. ഓൾമോസ്റ്റ് റെഡിയായി. എത്രയേ ഉള്ളൂ, സിമ്പിളാണ് മീൻ കറി ചെയ്യാൻ. ഇതിൽ ഇഞ്ചിയും കറിവേപ്പില മാത്രം ചേർത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പിന്നെ മല്ലിപ്പൊടി. മുളക് പൊടി എന്ന് പറയുമ്പോൾ അത് ഈ കശ്മീരി പൊടി ഇട്ടാൽ അത് നല്ല കളറും വരും, അട്രാക്ഷൻ കളറും. പിന്നെ മമ്മി ഈ മുട്ട ഒന്ന് തേച്ചേക്കണേ ചെയ്യാൻ നേരം. ഓക്കെ, അത് ചെയ്യാൻ നേരം ആ മസാല ഒന്ന് തേക്കാം. അതുവരെയും വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻ്റ് ഇടുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇതേപോലെ ഈ മീൻ കറി നിങ്ങളും ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, വീഡിയോ കംപ്ലീറ്റ് കാണുക. ഡാഡി പറയുന്നു ബാച്ചിലേഴ്സിന് അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യമില്ല, കൂടുതലൊന്നും ചേർക്കുന്ന ആവശ്യമില്ല ഗൈസ്. സിമ്പിൾ ഗ്രേവിയാണ്. അപ്പോൾ മമ്മീൻ്റെ സ്പെഷ്യൽ മീൻ കറി. പിന്നെ ഈ മൺചട്ടി മേടിക്കാൻ കൂടുതലൊന്നുമില്ല, അത് എല്ലാ കടയിലും മലയാളി കടയിൽ കിട്ടുന്നുണ്ട്, അതൊന്ന് മേടിച്ചാൽ മതി. ഈ മൺചട്ടിയിൽ വേറെ രുചി എവിടെയും വരത്തില്ല. I got the cash in the bag, stadium packed. Born a rock star in this life, gonna live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants, so you better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad, chip on my shoulder cause they treat me like an outcast. നല്ല ഗൈസ്, ഭംഗിയായിട്ട് ഡാഡി നീറ്റ് ചെയ്തു. മീനെല്ലാം മേടിച്ചതാണ്. അവിടെ എല്ലാം ഒരു സ്മെല്ല് വരും. സോ അത് കൈയോടെ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് ആ സ്മെല്ല് പോകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ പാത്രം കഴുകുന്നതോ പിന്നെ ഈ ഉജ്ജാലാൻ്റെ പൗഡർ ഇട്ടൊന്ന് വാഷ് ചെയ്താൽ ആ മണം എല്ലാം പൊയ്ക്കുള്ളൂ. മീനെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയ മണം വരും. ആ മണം പറയുമ്പോൾ കഴിക്കുന്നത് ഭംഗിയാണ്. ഓക്കെ, അപ്പോൾ കാണാം. റെസ്റ്റ് ടൈം ഗൈസ്. അപ്പോൾ ക്ഷീണം പോകാൻ വേണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ജ്യൂസ് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെ പറഞ്ഞാൽ നാരങ്ങ അങ്ങനെ 3 ഗ്ലാസ് എടുക്കുക, വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ നാരങ്ങ പിഴിക്കുക. ക്ഷീണം പോകാൻ ഭംഗിയായ നാരങ്ങ വെള്ളം കണ്ടില്ലേ, ഇങ്ങനെ പിഴിയുക, നല്ല പുളി വരും. ഓക്കെ, പിന്നെ ഈ നാരങ്ങ ഇങ്ങനെ ഇടുക. ഒരു ദിവസം ഇട്ടാൽ മതി കഴിച്ച്. എന്തെന്ന് പറഞ്ഞാൽ അഴുകി പോകും. അത് എന്തെന്ന് ഇടുന്നെന്ന് പറഞ്ഞാൽ ആ സ്മെല്ല് നിങ്ങൾക്ക് അവോയ്ഡ് ആവും. മീൻ ആ നാരങ്ങ അവിടെ ഇട്ടാൽ മതി. ഇതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉപ്പ്. ഉപ്പ് കുറച്ചിടാം. അതെ, ഉപ്പ് ഇങ്ങനെ ഉപ്പ് ഇടുക ആവശ്യത്തിന്. നരയിടണ്ട, ഒപ്പം മമ്മിക്ക് BP ഉണ്ട്, അതുകൊണ്ട് കുറച്ചിടൂ. കണ്ടോ, അങ്ങനെ ഇട്ടാൽ മതി.
സിമ്പിൾ നാരങ്ങ വെള്ളം ചെയ്യുന്ന റെസിപ്പി നമ്പർ. അടുത്തത് ഇത് പിഞ്ച് ഓഫ് പെപ്പർ, കുരുമുളക് പൊടി സ്പ്രിങ്കിളായിട്ട് ഇട്ടാം. അങ്ങനെ സിമ്പിൾ ലൈം. ഗൈസ്, ഇതാണ് ലൈം ജ്യൂസ്. നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പെട്ടെന്ന് ക്ഷീണം മാറാൻ വേണ്ടി ഒരു ലെമൺ ജ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ സീഡ് വന്നത് നിങ്ങൾക്ക് എടുത്താൽ കണ്ടില്ലേ, സീഡ് കളയാം. ഇറ്റ് ഈസ് റെഡി നൗ. അപ്പോൾ സെർവ് ചെയ്യാം. നാരങ്ങ വെള്ളം സെർവ് ചെയ്യാം ഗൈസ്. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും കൊടുക്കട്ടെ. മമ്മിൻ്റെ ക്ഷീണം പോകാൻ വേണ്ടി ലൈം ജ്യൂസ്. ആ പൊക്കണ്ട എന്നെ പൊക്കി പറയാം മമ്മി, അത്ര മതി. ഉപ്പ് കുറവുണ്ട്, നിങ്ങൾക്ക് ഉപ്പ് പ്രശ്നമാണ്, അതുകൊണ്ട് എന്താടി ലൈം ജ്യൂസ് കുടി ഒന്നാകത്തില്ല. അടുക്ക് കോൾഡ് വന്നു, അതുകൊണ്ട് ക്ഷീണം പോകാൻ വേണ്ടി പെട്ടെന്ന് ഒരു നാരങ്ങ ജ്യൂസ്. ഗൈസ്, അപ്പോൾ പാൻ എടുത്തിട്ടുണ്ട്, ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കുക്കിംഗ് ഓയിൽ. സോ മീനെല്ലാം പ്രിപ്പയറായി മസാല തേച്ച് വെച്ചത് അതുകൊണ്ട് എണ്ണയിലിടുകയാണ്. അപ്പോൾ നല്ല വറുത്തെടുക്കാം. നല്ല ചൂടാകുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളെടുത്ത് എണ്ണയിലിടുക. എല്ലാം പിന്നെ ബാലൻസ് വരുന്ന മസാലയിൽ നമ്മളുടെ മീൻ മുട്ട അതൊന്ന് ഇലക്കി കയ്യിൽ ഇലക്കി ചൂട് എണ്ണയിൽ ഇങ്ങനെ ഇടുക. പക്ഷെ അത് പൊട്ടിത്തെറിക്കും ഗൈസ്. ഈ മുട്ടയിൽ വെള്ളം തെറിക്കുന്ന പോലെ, വെള്ളം എണ്ണയിലിട്ട് തെറിക്കത്തില്ല, അതുപോലെ പഠിച്ചു വെക്കാം. സൗണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക്? ആ വേവുന്ന സൗണ്ട് ഒന്ന് കേൾപ്പിക്കും. നല്ല പടപടപടാണ്. അപ്പോൾ വേവിട്ട് ഗൈസ്, പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം, പടപടപടാണ്. ഒയ്യ, ഓ ഇതെന്താ ദീപാവലിയോ? പൊട്ടുന്നു.
കണ്ടില്ല ഗൈസ്, ആ മുട്ട ഡേഞ്ചറാ. അത് ഒന്ന് ഊതി വരുമ്പോഴേ പൊട്ടും, കണ്ണിൽ തെറിക്കാൻ ചാൻസസ് ഉണ്ട്. കണ്ടില്ലേ ഇത്ര എണ്ണ ചാടിയിരിക്കുക. ഈ എണ്ണ നമ്മളുടെ മുകളിൽ തെറിക്കുക. അതുകൊണ്ട് സേഫ്റ്റിക്ക് നിങ്ങളിങ്ങനെ പാത്രം ഇട്ടടിക്കുക. അതും സ്പെഷ്യലി മുട്ട, മീനിൻ്റെ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ. കറണ്ട് പോയിരിക്കുകയാണ്. ഇൻവെർട്ടറിൽ വർക്കാവുക. കറണ്ട് പോയിരിക്കുക. ഇൻവെർട്ടറിൽ നിങ്ങൾക്കൊരു ഫാൻ ഓട്ടാം, ലൈറ്റ് ഓട്ടാം. അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്യാം. ഡാഡി റെസ്റ്റ് എടുക്കാം. കണ്ടില്ലേ ഈ റിഫ്ലക്റ്റേഴ്സ് ഡാഡിയോടെ ഉണ്ട്. എൻ്റെ ഐഡിയ അല്ലായിരുന്നു. അവിടെ സ്വിച്ച് ഓപ്പൺ ഉണ്ട്. പിന്നെ ചെറിയ പിള്ളേർ പോയി അത് മുട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ റിഫ്ലക്റ്റർ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. കണ്ടില്ലേ ഈ വെട്ടടിക്കുമ്പോൾ ഡാഡി റെസ്റ്റ് എടുക്കുകയാണ്. നല്ല ഉണ്ടല്ലോ വേസ്. ആ അടുത്ത മമ്മി അടുത്ത് വന്നു. എന്താ മമ്മി ചെയ്യുന്നത്? വേവിട്ട് മമ്മീൻ്റെ പ്രിപ്പറേഷൻ വേവിക്കുകയാണ്. മീൻ കറി. ഓക്കെ, മീൻ കറി എന്താ പാരിയാണ്. ആ കണ്ടില്ലേ ഗൈസ്, ആ വെള്ളം അതിൽ വീഴും. മണക്കുന്നു. ആഹാ നല്ല മണാണ് ഗൈസ്. നാക്കിൽ രുചി വരില്ല, രുചി ഊർന്നുണ്ട്. ഉണ്ടല്ലേ, ഞാനിത് പൊക്കി കായ്ക്കാൻ പറ്റ് പൊടിഞ്ഞു പോവും. അതാ പേടി. കഷ്ണം കായ്ക്കാനാണ്. ഇല്ല, നല്ല ഫ്രഷ് മീനായിട്ട് പൊടിയില്ലെന്നാണ് മമ്മി പറയുന്നത്. ഉണ്ടല്ലേ, നല്ല ആവി കൊടുക്കുന്നുണ്ട് ഗൈസ്. ആഹാ വേണോ ഗൈസ് നിങ്ങൾക്ക്? ഇപ്പോൾ വീട്ടിൽ വന്നല്ലോ കഴിക്കാം. ആഹാ അതുകൊണ്ട് മുട്ട എടുത്ത് മമ്മി സൈഡിൽ ഇടുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മീൻ വറുക്കുന്ന, റൈറ്റ് ഹാൻഡ് സൈഡ് മീൻ കറിയുണ്ട്. ഉണ്ടല്ലേ നല്ല. ഓ എന്താ ഓക്കെ എന്നാ. ഇങ്ങനെ അടിച്ചു വയ്ക്കാം. ആ മുട്ട എന്തിനാ സൈഡ് എടുത്ത് വെച്ച് തിന്നാണോ? എന്തോ അയ്യോ ചൂട് ഗൈസ്. മുട്ട കൂടുതൽ വേവിക്കണ്ട നിങ്ങൾ. വെന്ത് ഞാനൊന്ന് ടേസ്റ്റ് ആണ് മുട്ട. കണ്ട മീനിൻ്റെ മുട്ട ഗൈസ്. ആഹാ മീനിൻ്റെ മുട്ട. മീനിൻ്റെ മുട്ട തിന്നുവാണ്. നല്ല രുചിയുണ്ട് ഗൈസ് മീൻ മുട്ട. ഉണ്ടോ ഫിഷ് എഗ്. എല്ലാം വറുത്തെടുക്കുകയാണ്. കണ്ടില്ലേ, തിരിച്ചിടാം. മീൻ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഇല്ലല്ലേ, നല്ല പോലെ റോസ്റ്റായി. ഒന്ന് തിരിച്ചിടുകയാണ്. അവിടെ ചെറുതായിട്ട് മസാല ഇളകി, അത് കുഴപ്പമില്ല. ബാലൻസ് എല്ലാം നീറ്റായിട്ട് വെച്ചിട്ട് ഓക്കെ. എന്തെങ്കിലും കഴിച്ചാൽ മതി കഴിച്ച്.
അടിച്ചേക്കാം ഗൈസ്. മതി ഗൈസ്, തന്നു മമ്മി മതി ഗൈസ്. മമ്മി പോയി. മമ്മി ഫാനിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്.